ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ എണീറ്റ് കിച്ചണിക്ക് വരാൻ കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെറുതെ കുറച്ച് നേരം മക്കളെ കൂടെ അങ്ങനെ കടന്ന്. അപ്പം തിരക്കൊന്നുമില്ലല്ലോ, ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്കും പോലെ ഉണ്ടാക്കിയാൽ മതി ഫുഡൊക്കെ. അപ്പം അമ്മച്ചി കുറച്ച് നേരം ഇവിടെ കിടക്കുക ഇറങ്ങാണ്ടേ, അവർക്ക് കുറേ കാര്യങ്ങൾ പറയണ്ടേനി കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പച്ചി മക്കളും എല്ലാവരും ഉണ്ടായിനും. അപ്പോൾ വെറുതെ അങ്ങനെ കുറച്ച് നേരം കടന്നാണ്ട് നേരം പോയതേ അറിഞ്ഞില്ല. പിന്നെ നിങ്ങളവിടെ കിടക്കിറങ്ങാണ്ടേ ഇപ്പച്ചിനി മക്കളെ അവിടെ കിടത്തി ഞാൻ പോന്നു കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് പൂരി ഉണ്ടല്ലോ അതാട്ടോ ഉണ്ടാക്കുന്നത്. അതാണ് പിന്നെ എളുപ്പം. അല്ലെങ്കിൽ ദോശമാവൊന്നും ഇല്ലേനും, അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേന് തന്നെ ഉച്ചയാവും. അപ്പോൾ ആദ്യം ചായയൊക്കെ ഇട്ട് ഞാനും ബാവും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഐഫക്കുട്ടിക്കും ചായയൊക്കെ കൊടുത്തോളം മദ്രസക്കൊക്കെ വിട്ടണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടി ആവശ്യത്തിനുള്ളത് ഞാനൊരു തട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് റാവിയും ചേർത്ത് കൊടുത്ത്, കുറച്ച് മൈദയും ചേർത്ത് കൊടുത്തു, പിന്നെ ഉപ്പും, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിക്കണം കേട്ടോ. അത് പൂരിക്ക് മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചവെള്ളം കൊണ്ടുതന്നെ കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ. അപ്പോൾ പൂരിക്കുള്ള മാവ് റെഡിയായി. കുറച്ച് എണ്ണ അങ്ങനെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് തടവി കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. കറിക്ക് ഉരുളക്കിഴങ്ങ് ബാജിക്കറി ഇല്ലേ അതാട്ടോ ഉണ്ടാക്കുന്നത്. ഇതാ ആകുമ്പം പൂരിക്ക് നല്ലൊരു കോമ്പിനേഷനല്ലേ, എല്ലാവർക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ 2 കിഴങ്ങ് എടുത്തിട്ട് അത് വേഗം തൊലിയൊക്കെ ചെത്തി എടുത്തുകൊണ്ട് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കിഴങ്ങും അതേപോലെ ഒരു ചെറിയൊരു സവാളയും ഒരു തക്കാളിയും പിന്നെ ഒരു 3 പച്ചമുളകും. അപ്പോൾ ഇതാ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. ആ മൺചട്ടിക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി ഒഴിച്ചുകൊണ്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പൂരിക്കുള്ളത് പരത്തും ചെയ്യാം. പിന്നെ ചില ആൾക്കാർ പറയും നിങ്ങൾ വെറുതെ പറയാണ് നിങ്ങൾ കുക്കിങ്ങൊക്കെ എളുപ്പം കഴിയുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, എൻ്റെ കുക്കിങ്ങൊക്കെ എളുപ്പം തീരും. ഞാൻ ഇതേപോലെ ഒരു പണിയെടുക്കുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എന്തൊക്കെയാണ് എടുക്കാൻ പറ്റുക അതൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പം എളുപ്പം തീരും. അപ്പോൾ ഇതാ ഞാൻ കറിക്കുള്ളത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തീ നല്ലോണം കത്തണമുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി നമുക്ക് പൂരിക്കുള്ളത് പരത്താം. അപ്പോൾ ആദ്യം ഞാനിതാ കുഞ്ഞു ബോൾസാക്കി എടുക്കേണ്ടതൊക്കെ. പിന്നെ മക്കളൊക്കെ വെറുതെ അവിടെ കടക്കിൽ കടന്ന് ഫോണുമ്മലും തോണ്ടി കിടക്കണം. അപ്പം ഓരോപ്പച്ച് പോയി ഓരോക്കെ വിളിച്ചുകൊണ്ടുവന്നുണ്ട് കേട്ടോ, അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞു ബോൾസാക്കിയാണ്ട് തട്ടിക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ മഞ്ജുമോള് പ്രസ്സിലിട്ടാണ്ടത് പരത്തി, ചിഞ്ചുമോള് കറിക്കുള്ള തേങ്ങ ചിരവി തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹെൽപ്പിനുണ്ട് കേട്ടോ. പിന്നെ റിച്ചുമോ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. ഓനക്ക് 6 മണിക്കാണ് മദ്രസ്. ഒരു 7:30 7:45 ആകുമ്പോഴത്തേനും ഓൻ വീട്ടിലെത്തും. അങ്ങനെ ഓനക്കുള്ള ഡ്യൂട്ടി എന്താ അറിയോ, ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഓനക്കാട്ടോ. അപ്പോൾ ഓന് കുപ്പിയൊക്കെ കഴുകണുണ്ട് എടുത്താണ്ട് വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മോട്ടർ ഇട്ടാണ്. അപ്പോൾ പൈപ്പിൽ നിന്ന് നേരിട്ട് വരുന്ന കിണറ്റിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതാട്ടോ നമ്മൾ കുടിക്കടുക്കൽ. അപ്പോൾ ഓൻ്റെ ഡ്യൂട്ടി ഓൻ ചെയ്യുന്നുണ്ട്. തണുത്ത വെള്ളം വെക്കണ ഡ്യൂട്ടി തന്നെ ഉള്ളൂ. കുടിക്കാനോ ഓൻ അയക്കൂല കേട്ടോ. എനിക്ക് എളുപ്പം കഫക്കെട്ട് കൂടും. അപ്പോൾ തണുത്ത വെള്ളം കുടിക്കാനോ ഓന് അങ്ങനെ അയക്കലില്ല ഞങ്ങൾ. അങ്ങനെ എന്തായാലും എന്നാൽ പിന്നെ എനിക്കും ഓരപ്പച്ചിക്കൊക്കെ വേണേനും അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം നമ്മളിതാ പൂരിക്കുള്ളതൊക്കെ പരത്തുണ്ട്. പിന്നെ കറി വന്ന് നോക്കിയപ്പോൾ കറി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷിഞ്ചു തേങ്ങയൊക്കെ ചിരവി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ തേങ്ങ അരച്ച് അരപ്പൈക്കാണ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് വറവിട്ടെടുത്താൽ മതി. ഇനി പിന്നെ പൂരി പരത്തൽ കുറച്ച് പകുതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് പൊരിക്കും ചെയ്യാൻ വിചാരിച്ച് ബാവുന് കടിക്കും പോകണം. അപ്പോൾ ബാവുന് വേഗം ചായ കൊടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിനി. എന്നിട്ട് നമ്മളെ പൂരിയൊക്കെ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ അങ്ങോട്ട് പൊള്ളച്ച് വരില്ല. അവിടെ ഇവിടെയൊക്കെ പൊള്ളച്ചിട്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പം ഇതേപോലെ നല്ല ബോൾസായിട്ട് പൊള്ളച്ച് വരും കേട്ടോ. അത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് അല്ലേ. ഞാൻ നല്ല ജീരകവും അതേപോലെ കരിഞ്ജീരകമൊക്കെ ചേർക്കലുണ്ട് കേട്ടോ പൂരിൻ്റെ മാവക്ക്. അങ്ങനെ ചേർത്താൽ എന്താ അറിയോ, ഇതേപോലെ ബോൾസായി കിട്ടാൻ ഗതികേടാണ്. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരോ പറഞ്ഞു തന്നെ കേട്ടോ. എനിക്ക് ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊള്ളച്ച് വരാത്തത് എന്താണെന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞിനി അത് ഇട്ടിട്ടാണ് എന്നുള്ളത്. അപ്പം ഇപ്പം ഞാനത് ചേർക്കാത്ത അതുകൊണ്ടാണ്. അങ്ങനെ പൂരിയൊക്കെ കുറച്ച് പൊരിച്ചെടുത്ത് ബാവുനുള്ളതൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കടുകൊക്കെ വറുത്ത്
കറി കേട്ടോ, കറി കടുകൊക്കെ വറുത്താണ്ട് ബാബുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അടുപ്പ് ഒഴിഞ്ഞടുക്കല്ലേ, അടുപ്പിൽ നല്ല തീയും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ചട്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ അടുപ്പത്തേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഭൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കലുണ്ട്. അത് കുട്ടികളങ്ങനെ വീട്ടിലുണ്ടാകുമ്പോഴേ ഒരു വിശക്കുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ ഉപ്പച്ചി മക്കളും അവിടെ ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഐഫക്കുട്ടി മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ. കുറച്ചധികം ഭൂരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നത്. പിന്നെ നാളെ മദ്രസ ഒന്നുമില്ല, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഞാൻ പിന്നെ വൈകുന്നേരം പോകണുള്ളൂ, മക്കളിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേന് പോവും. അങ്ങനെ ദാ പൂരിയും അതേപോലെ കിഴങ്ങ് കറിയൊക്കെ കൂട്ടിയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ പൂരിക്ക് ഈ ഒരു കറി. അപ്പോൾ നമ്മൾ കറിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കാണാൻ ഞങ്ങൾ ഉണ്ടാക്കണതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്, ടേസ്റ്റ് ഉണ്ടാവലുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് എനിക്കൊന്ന് പുറത്ത് പോവാണ്ടേനി, ബാങ്കിലൊക്കെ ഒന്ന് പോവാണ്ടേനി. അപ്പോൾ അവിടെയൊക്കെ പോയി. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടായിന് കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാൻ മാവേലി സ്റ്റോറിലൊന്ന് കയറിയതാണ്. നമ്മൾ കരുളായത്തെ മാവേലി സ്റ്റോറാട്ടോ അത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാവരൊക്കെ. അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടൊക്കെ എന്നോട് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്നോ ഇവിടുന്ന് റവ വാങ്ങിച്ചിനി, റോസ്റ്റഡ് റവ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഒട്ടുണ്ടെന്ന് പറഞ്ഞിനി. അപ്പോൾ അതിനോലിന്നെ കളിയാക്കിയാണ് കേട്ടോ, ഈ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കലുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. കടല, ചെറുപയർ, വൻപയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിനി. പരിപ്പ് അങ്ങനത്തെ ഒക്കെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങണം കേട്ടോ നല്ലത്. എന്നാൽ നല്ല ലാഭം ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടിലും ഈ എന്താ പറയുക സബ്സിഡി ഉണ്ടാവുമല്ലോ, അപ്പം പൈസ കുറവേക്കാറ് കേട്ടോ. അതേപോലെ പഞ്ചസാര, വെളിച്ചെണ്ണ, അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ വണ്ടീൻ്റെ ഡിക്കിയിലേ ഒരു സഞ്ചി എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇപ്പോൾ പിന്നെ ബാബുമല്ല അധികം വണ്ടി കൊണ്ടെടുക്കലേ, അപ്പോൾ സഞ്ചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മാവേലി സ്റ്റോർക്കായിട്ട് പോയതും അല്ല, അപ്പം കവറൊന്നും ഇല്ലേനി എൻ്റെ അടുത്ത്. അപ്പോൾ വണ്ടീൻ്റെ ഡിക്കിക്ക് അങ്ങനെ ഇട്ടേക്കേനി കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ അതൊക്കെ വെക്കേണ്ടടുത്തൊക്കെ വെച്ചു. സമയം നോക്കുമ്പോൾ 12:15 അപ്പം ഇനി ബാബു കടയിൽ നിന്ന് വരികയും ചെയ്യും ഫുഡ് കഴിക്കാൻ. അപ്പം ഇനി ഞങ്ങൾ രണ്ടാളും തന്നെ ഉണ്ടാവുള്ളൂ ഉച്ചക്ക് കഴിക്കാൻ. മക്കൾ പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പൂരിയും കറിയൊക്കെ ഉണ്ടായിനി. അപ്പോൾ നിങ്ങൾ അത് കഴിച്ച് പോയിക്കോളിഞ്ഞ്. അതവിടെ എന്താ അവിടെ ഇട്ട പിന്നെ വെച്ചാൽ പിന്നെ കഴിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോടൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചാണ്ട് പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ചിഞ്ചുമോള് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിരുന്നു, ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോൾ വരും. അപ്പോൾ എന്നാലും ഓരോ കൊണ്ട് കഴിയുന്ന പണിയൊക്കെ ഓരോ എടുത്ത് തരും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുപ്പത്തേക്കൊന്നും പോകാൻ വയ്യ. ഇനിയിപ്പം കുറച്ച് ചോറ് പോരെ, ഞാനും ബാബും തന്നെ അല്ലേ ഉള്ളൂ. അപ്പം കുക്കറിലിട്ടാണ്ട് നെയ്ച്ചോറാക്കി വെക്കാമെന്ന് കരുതിട്ടോ. എൻ്റെ നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെ കേട്ടോ, അത് റേഷൻ കടയിലത്തെ പച്ചരി കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എടുത്തുള്ളത്. അതിക്കൊരു സ്പൂൺ നെയ്യൂടും, അതേപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അതൊക്കെ ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്താ ആകെ ഒരു നാഴി അരി എടുത്തുക്കണത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചാണ്ട് ഉപ്പൊക്കെ ഇട്ടാണ്ട് ഇതാ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതൊരൊറ്റ വിസിലടിച്ചാൽ ഓഫാക്കും. പിന്നെ ബീഫ് ഉണ്ടായിനി ഫ്രിഡ്ജിൽ. ഇപ്പം ബീഫ് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് അതിൽ തന്നെ വെച്ചിട്ടോ. പിന്നെ തോനെ വേണ്ടല്ലോ, ഞാനും ബാബും തന്നെ അല്ലേ ഉള്ളൂ, ഉച്ചക്കൊക്കെയുള്ള ഫുഡ് മാത്രം മതിയേനും. അപ്പോൾ അതുകൊണ്ടൊരു കറിയാക്കാമെന്ന് വിചാരിച്ച് ചെറിയ കുക്കർ ഇവിടെ ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളി അരിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങ ഇടുന്ന ആളും വന്നിരുന്നു കേട്ടോ. തേങ്ങ നമ്മൾ കുറേ ആയിപ്പോൾ തേങ്ങ ഇട്ടിട്ട്, അപ്പം ചിലപ്പോൾ തേങ്ങ ഇടാൻ ആളെ കിട്ടൂല. അപ്പം എന്തായാലും ആ കാക്ക വന്നിരുന്നു. അപ്പം ഇനി തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തും വേണമെന്ന് പോയി വെക്കുക. അപ്പോൾ ബീഫ് അങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ വിചാരിച്ചു. എന്നാൽ പിന്നെ അതവിടെ ചെറിയ തീയിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ഇല്ലെങ്കിൽ പിന്നെ എന്താ ബാബു ചോറിന് വരുമ്പോഴേ ചോറായിട്ടില്ലെങ്കിൽ ഗതികേടല്ലേ. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോറ് വേണ്ടേ, ചോറായിട്ടില്ല പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വേഗം അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ബീഫൊക്കെ ഞാൻ അതിൽ കിട്ടണം, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ജാറ് ചുഴറ്റിയിട്ട്. പിന്നെ ഇതാ കുക്കറൊക്കെ അടച്ചാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ തേങ്ങ ഇടുമ്പോഴേ ആ ഏട്ടന് കുട്ടികൾക്ക് കരിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഐഫക്കുട്ടിയും മഞ്ജുമോളൊക്കെ കരിക്ക് കുടിക്കുന്നുണ്ട്. അയാൾ തന്നെ വെട്ടിക്കൊടുക്കും ചെയ്യും കേട്ടോ. ഞാനത് വെട്ടാൻ നിന്നാലാണ്ട് ആയി കിട്ടൂല. നമ്മളെ കത്തി അത്ര മൂർച്ച ഉണ്ടാവില്ല, ഒരു കത്തി നല്ല മൂർച്ചയായിക്കാരം. അപ്പോൾ എന്താ ഒരെന്നെ വെട്ടി ഇതാ അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കുട്ടികൾ. എനിക്കും തന്നീനി കേട്ടോ, ഞാനും കുടിച്ചിട്ടുണ്ടേനി. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ പെറുക്കി വെക്കണം. അപ്പോൾ ഒരു പോയും ചെയ്തിട്ടോ, ഒരിക്കൽ അപ്പോഴത്തേന് ഓട്ടോറിക്ഷ വന്നീനി. അപ്പോൾ ഒരു പോയും ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ തന്നെ അതൊക്കെ പെറുക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് ഞാൻ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടേനി. പിന്നെ അതിൻ്റെ പ്രഷർ ഞാൻ കളഞ്ഞിട്ടോ. അത് ഈ റേഷൻ കടയിലത്തെ അരിയും കൂടി ആയതുകൊണ്ടേ ആകെ വെന്ത് വിരകി പോവില്ലെങ്കിൽ. പിന്നെ ഞാൻ എന്താ 2
ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അങ്ങനെ കേട്ടോ വെള്ളം ഒഴിച്ചിരുന്നത്. അപ്പം ഞാനൊരു പേടി ഉണ്ടായിനി നോക്കിയപ്പം ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ വെന്ത് പാകത്ത് വേവിന് തന്നെ കിട്ടിയാണ്. അങ്ങനെ അത് ആയി. പിന്നെ ബീഫ് അടുപ്പത്തുണ്ട്. പിന്നെ ഞാൻ തേങ്ങ പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ചോട്ടിക്ക് പോന്നു. അപ്പോൾ ഈ തേങ്ങ പെറുക്കാനേ മക്കളുണ്ടെങ്കിൽ അതാട്ടോ സുഖം. ഈ തോട്ടുക്കൊക്കെ ചാടും. പിന്നെ അവിടേക്കൊക്കെ ഇറങ്ങാനൊക്കെ കുറച്ച് ഗതികേടാണ്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ വൃത്തികേടായിട്ട് കിടക്കാട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ അവിടെയൊക്കെ നന്നാക്കിയത്. പക്ഷേ ഈ പ്ലാവിൻ്റെ ഇല ചാടിയിട്ടേ ആകെ എന്താ പറയുക, ആകെ ചപ്പും ചമ്മുറൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം അതൊന്നും വൃത്തിയാക്കാൻ നേരമില്ല. എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോകാൻ നിൽക്കല്ലേ. അതേപോലെ തെങ്ങിൻ്റെ മട്ടലും അതും ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്താലേ ആകെ ചീഞ്ഞ് കിടക്കും. അപ്പോൾ അതിലിടക്ക് നന്നാക്കണം എന്തായാലും. ഇനിയിപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഒഴിവൊക്കെയാണല്ലോ, അപ്പോൾ ഓരെയും കൂട്ടിയാണ്ട് അങ്ങനെ നന്നാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ തേങ്ങ പെറുക്കണതിൻ്റെ ഇടയിൽ വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ കായ്ക്കണ തെങ്ങ് ഒന്നുള്ളൂ കേട്ടോ. എന്നാലും അതിന്മേൽ തന്നെ നമുക്ക് അരക്കാനുള്ളത് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാൽ തെങ്ങൊക്കെ നല്ലോണം കായ്ക്കും. ഞാൻ ആട്ടുംകാഷ്ടൊക്കെ വാങ്ങിയിട്ടേ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഏട്ടനെ വിളിച്ചാണ്ട് തെങ്ങ് തടമൊക്കെ തുറന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അതുകൊണ്ടാവും നല്ല തേങ്ങയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ പെറുക്കി വെച്ചു. പിന്നെ കുക്കർ വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തേനി. അപ്പം തുറന്ന് നോക്കിയിട്ടോ കറി വെന്തിക്കണോ. അപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ തന്നെ സമയം 1:30 ആയിക്കണം. ഇനിയിപ്പം ബാബു ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാട്ടോ ഇനി വീട്ടിലേക്ക് പോകാൻ. എനിക്ക് കുറച്ച് പണികളുണ്ട് ഇവിടെ. വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, വീട് അലങ്കോലാക്കിയിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ഒരു പിരാന്തേക്കാരം. നേരെ മറിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് പോയാൽ നമുക്ക് വരുമ്പം ഒരു സമാധാനേക്കാരം. അപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീട്ടിലേക്ക് പോവാം. പിന്നെ അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അന്നാന്ന് എടുക്കുന്ന വീഡിയോ തന്നെയാണ് അന്നന്ന് വിടൽ കേട്ടോ. അങ്ങനെ പിന്നെ ബാവും ഫുഡ് കഴിക്കാനൊക്കെ വന്ന് ബാവുന് ചോറൊക്കെ വിളമ്പി കൊടുത്ത്. പിന്നെ ഞാനിതാ എനിക്കും ഒരു പാത്രത്തേക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങഞ്ചി ഇട്ടിട്ടുള്ള അച്ചാർ കൊടുത്തുകയാണ് കേട്ടോ. ബാബുന് പിന്നെ അങ്ങനത്തെ അച്ചാറൊന്നും പറ്റില്ല, ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ആകുമ്പം. അപ്പോൾ ഞാൻ എടുത്തുകയാണ് കേട്ടോ. ബാബുന് മോര് മതി പറഞ്ഞപ്പോൾ മോരൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഈ മാങ്ങഞ്ചി അച്ചാർ നമ്മളിതിൻ്റെ മുന്നേ റെസിപ്പി കാണിച്ചിട്ടില്ലേനോ, മാങ്ങഞ്ചി അച്ചാറാട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ കഴിച്ചു. പിന്നെ ബാബു കടയ്ക്കും പോയി. ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.